കണ്ണൻ കളിക്കുന്നത് നോക്കി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട് അരുന്ധതി. അല്പം മാറി സോപാനപ്പടിയിൽ അനുപമയും. ശിവദാസനും ഒപ്പം കാറിൽ വന്നിറങ്ങിയ മനു അവരെ കണ്ണു ചിമ്മാതെ ആദ്യം കാണുന്ന പോലെ നോക്കി നിന്നു. അമ്മയാണ്, എൻ്റെ അമ്മ. ഒരുപാട് വേദന തിന്ന് തന്നെ പ്രസവിച്ച അമ്മ. പക്ഷേ ഞാൻ മകനാണ് എന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മയെന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് അമ്പിളിയമ്മയാണ്. മരിക്കുവോളം എന്നെ പ്രസവിച്ചത് ആ അമ്മ അല്ല എന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ ആ ഇരിക്കുന്ന വേദനയുടെ കൊടുമുടി താണ്ടിയ അമ്മ. നൊന്ത് പ്രസവിച്ച 2 മക്കൾ മുന്നിൽ വന്ന് നിന്നിട്ടും തിരിച്ചറിയാനാവാതെ ഇരിക്കാനും മാത്രം എന്ത് പാപം ചെയ്തിട്ടുണ്ടാവും എൻ്റെ അമ്മ. കുറേ പേരുടെ ദുഷ്ടതയിൽ ജീവിതം നഷ്ടമായൊരു സ്ത്രീ. മനു മോനെ, അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് നീ മറന്നു പോകരുത്. അവളുടെ മനസ്സ് നോവുന്നതൊന്നും ചെയ്യുകയും അരുത്. അമ്മയെക്കുറിച്ച് ഓർത്ത് നിറഞ്ഞുപോയ മനുവിൻ്റെ കണ്ണുകൾ കാണെ അയാൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ഷോൾഡർ ഉയർത്തി കണ്ണു തുടച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. എന്തടാ ചെക്ക, മുഖമൊക്കെ വല്ലാതെ? അല്ല, നീ ബൈക്കിലല്ലേടാ പോയത്? എന്നിട്ട് ചേട്ടനെയും അങ്ങോട്ട് വിളിച്ചു. എന്തു പറ്റി മനു? ഒന്നുമില്ല ആൻറ്റി, ബൈക്കിന് ചെറിയൊരു മിസ്സിങ്. അതവിടെ ആൽത്തറയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. നിലത്തേക്കിരുന്ന് അവരുടെ മടിയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഈ ചെക്കൻ ഒട്ടും വളർന്നിട്ടില്ല. ഇപ്പോഴും ആ 3 വയസ്സുകാരനാണ് അല്ലേ ശിവേട്ടാ? മനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. മനു നിറയുന്ന കണ്ണുകൾ ആരും കാണാതെ ഇരിക്കാൻ അവരുടെ മടിയിൽ മുഖം പൂഴ്ത്തി കളഞ്ഞു. അരുന്ധതി പറയുന്നത് കേൾക്കെ അയാൾ അതിന് നേർമേലൊന്ന് മൂളിയതേയുള്ളൂ. ഇടയ്ക്കിടെ ഈ കിടപ്പ് പതിവായത് കൊണ്ട് തന്നെ അനു ചിരിയോടെ അവരെ നോക്കിയിരുന്നു. വിളിച്ചു പറയാതെ ഓടി വന്ന് സർപ്രൈസ് തരാമെന്ന് കരുതി വന്നപ്പോൾ ഇവിടെ ആരെയും കാണാനില്ല. കാശിയുടെ ബുള്ളറ്റ് ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ തന്നെ ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് അമ്ന പറഞ്ഞു. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പോയതാടോ. ഉള്ളിലെ നോവ് മറച്ചുകൊണ്ട് ചിരിയോടെ കാശി പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ ചേട്ടന്? അവരുടെ സംസാരം കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന് അപ്പുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അമ്ന തിരക്കി. ഏയ്, ഞങ്ങൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞു തിരികെ വരാൻ നിൽക്കുമ്പോഴാണ് ഇയാൾ വിളിച്ചത്. വാതിൽ തുറന്നുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ എന്താ എൻ്റെ അപ്പുക്കുട്ടൻ്റെ മുഖം വല്ലാതെ? നിങ്ങൾ എൻ്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞോ കാശി ചേട്ടാ? വാടിയ മുഖത്തോടെ നിന്ന് അപ്പുവിൻ്റെ കൈയും പിടിച്ച് കാശിയുടെ പിന്നാലെ പോകുമ്പോൾ അവൾ ചോദിച്ചു. എന്തിന്? ഞാൻ എന്തിനാ എൻ്റെ അപ്പുവിനെ വഴക്ക് പറയുന്നത്? പറഞ്ഞുകൊണ്ട് തന്നെ ഹാളിലെ സെറ്റിലേക്ക് ഇരുന്നു കാശി. ഫായ്സ് എന്താ പൊയ്ക്കളഞ്ഞത്? ഇക്കുവിന് സ്കൂളിലൊന്നു പോയി തല കാണിക്കേണ്ട കാര്യമുണ്ടെന്ന്. ഇപ്പോൾ വരും, അരമണിക്കൂർ എന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനിപ്പോൾ വരാം. അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് കാശി അമ്മയോട് പറഞ്ഞിട്ട് മെല്ലെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അപ്പു, എന്താ മോളെ പറ്റിയത്? എന്താ നിങ്ങളുടെ രണ്ടിൻ്റെയും മുഖത്തെ സങ്കടത്തിന് കാരണം? ഇത്താത്തയോട് പറഞ്ഞൂടെ നിനക്ക്? എന്ത് കാര്യമായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതല്ലേ? അപ്പുവിൻ്റെ മുഖം കൈകളിൽ വാരിയെടുത്തുകൊണ്ട് അമ്ന തിരക്കി. ഞാനിപ്പോൾ വരാൻ ചേച്ചി. ഈ ഉടുപ്പൊന്ന് മാറണം. പിന്നെ ഞങ്ങളുടെ സങ്കടത്തിൻ്റെ കാര്യം അത് ആരോടെങ്കിലും പറയണമെങ്കിൽ എനിക്ക് എൻ്റെ കാശിയേട്ടൻ്റെ സമ്മതം വേണം. ഞാൻ ചോദിക്കട്ടെ? ആരോടും പറയണ്ട എന്നാണ് കാശിയേട്ടൻ പറയുന്നതെങ്കിൽ ചേച്ചി ഇനി എന്നോടത് ചോദിക്കരുത്. അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് നനവൂറിയ മിഴിയോടെ പറഞ്ഞിട്ട് അപ്പു കാശിയുടെ പിന്നാലെ മുറിയിലേക്ക് പോയി. മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അപ്പു കാശിയെ നോക്കി. ബെഡിൽ ഇരുകാലിലും കൈമുട്ട് ഊന്നി കൈവെള്ളയിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവനെ കാണെ അവൾക്ക് നെഞ്ചു പൊള്ളിപ്പിടഞ്ഞു. കണ്ണൊക്കെ നീറിയെങ്കിലും കരയാതെ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു സങ്കടമടക്കി അപ്പു അവനരികിൽ വന്നിരുന്നു. കാശിയേട്ടാ? അപ്പു അവൻ്റെ തോളിൽ കൈവച്ചു വിളിച്ചു. എനിക്ക് പറ്റുന്നില്ല അപ്പു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ അമ്മയെ ഞാൻ എന്തോരം വെറുത്തിട്ടുണ്ടെന്ന് നിനക്കറിയോ അപ്പു? എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഇത്രയേറെ വേദന സഹിച്ച ആ പാവത്തോട് ഞാനിനി എന്തു ചോദിക്കും അപ്പു? നൊന്തു പ്രസവിച്ച 2 മക്കൾ കൺമുന്നിൽ നിന്നിട്ടും തിരിച്ചറിയാത്ത ഇങ്ങനെ കഴിയാനും മാത്രം എന്ത് പാപം ചെയ്തിട്ടുണ്ടാവും എൻ്റെ അമ്മ? ഞൊടിയിടയിൽ അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം പൂഴ്ത്തി ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് കാശി ചോദിച്ചു. കരയില്ലേ കാശിയേട്ടാ? ഇതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിപ്പിക്ക്. അവനെ ചുറ്റിപ്പിടിച്ച് തലയിലും മുതുകിലും ഒക്കെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് കരച്ചിലടക്കി അപ്പു പറഞ്ഞു. എന്ത് വിധിയാണ് അപ്പു? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥനെ പോലെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയ ഞാൻ ഏത് വിധിയാണ് പഴിക്കേണ്ടത്? ഇന്ന് പെറ്റമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജന്മം തന്ന അച്ഛനോ ഞാൻ എന്നൊരു മകനെ കണ്ടിട്ടേയില്ല. ഇതിനെ എന്ത് വിധിയെന്ന് പറയണം? ഓരോന്ന് പറയുമ്പോഴും ആ സ്വരം കല്ലിച്ചിരുന്നു. ആരോടൊക്കെയുള്ള പക പോലെ ആ വാക്കുകൾ നിറഞ്ഞു നിന്നിരുന്നു. പോട്ടെ, സാരമില്ല. എൻ്റെ കാശിയേട്ടൻ എല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ? അവൻ്റെ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു നെറ്റിയിൽ ചുണ്ടമർത്തി വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണം അപ്പു. ആരാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്ന് കണ്ടുപിടിക്കണം. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മയെ നഷ്ടമായപ്പോൾ മാസങ്ങൾക്കുള്ളിൽ പുതിയ ഭാര്യയെ കിട്ടി. ഉടനെ തന്നെ മറ്റൊരു മകനെയും കിട്ടി. എല്ലാ സന്തോഷവും അനുഭവിച്ചു തന്നെ ജീവിച്ചു. മനു അവനായാലും സ്നേഹമുള്ള അവനോട് കരുതലുള്ള
അച്ഛനെയും അമ്മയെയും കിട്ടി. ഇപ്പോഴും ആ അച്ഛൻ്റെ സ്നേഹം അവന് ആവോളം കിട്ടുന്നുണ്ട്. അമ്മയാണ് എന്ന് അറിയില്ലായിരുന്നുവെങ്കിലും സ്വന്തം അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ അവനും കിട്ടി. എൻ്റെ അമ്മയ്ക്കും എനിക്കും മാത്രം നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ. കാശി മുഖമമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടുപിടിക്കണം. നിങ്ങൾ രണ്ട് മക്കളും ഒരുമിച്ച് നിന്നാൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ട് കൈകൊണ്ടും അവൻ്റെ കണ്ണിന് താഴെ ഒഴുകിപ്പടർന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് അപ്പു പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു കാശിയും. കുറേയേറെ നേരം അപ്പുവും കാശിയും കയറിപ്പോയ റൂമിൻ്റെ വാതിക്കലേക്ക് നോക്കിയിരുന്നു. ബോറടിച്ചപ്പോൾ അമ്ന മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പുവിൻ്റെ ചെടിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നടന്നു. പിച്ചിയും മുല്ലയും റോസും ഒക്കെ നന്നായിട്ട് തഴച്ചു വളരുന്നുണ്ട്. അതുപോലെ കാശിത്തുമ്പ ഭംഗിയായി നിൽക്കുന്നുണ്ട്. പിന്നെ അമ്നയ്ക്ക് പേരറിയാത്ത കുറേയേറെ ചെടികളുമുണ്ട്. അതൊക്കെ നോക്കി ചെറുചിരിയോടെ നിന്നൊരു സെൽഫി എടുത്ത് ഫായിസിന് സെൻഡ് ചെയ്തിട്ട് അമ്ന അവൾക്കരികിൽ മുറ്റത്ത് വന്ന് നിന്നാണ് കാശി വിളിച്ചത്. ആ, ഞാൻ വെറുതെ ഒരു പിക്കെടുത്ത് എൻ്റെ കണവൻ അയച്ചതാണ്, പറഞ്ഞിട്ട് ചമ്മിയൊരു ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് കരഞ്ഞതുപോലെ കലങ്ങിയ കണ്ണുകളും വിങ്ങിയ കൺപോളയും മുഖയും കാണെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കണോ വേണ്ടയോ എന്ന പോലെ ആലോചിച്ച് ഒരു നിമിഷം നിന്നു അവൾ. അനിയത്തിയുടെ ഭർത്താവാണ്, പക്ഷേ ഒരുപാട് അടുപ്പമായിട്ടില്ല. അപ്പവും കരഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കാണുമ്പോൾ. എന്താണെന്ന് ചോദിച്ചപ്പോൾ കാശിയേട്ടന് ഇഷ്ടമായില്ല എങ്കിലോ? അപ്പു പറഞ്ഞതുപോലെ പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ, അങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. ആലോചനയ്ക്കൊടുവിൽ അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അമ്മോ, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ആലോചിച്ച് നിന്നവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങുന്നെന്ന് കാശി തിരക്കി. വിളിക്കാമല്ലോ, എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. കാശി ചേട്ടനാണ് ഇങ്ങനെ നീട്ടി അമ്ന എന്ന് വിളിക്കുന്നത്. ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിറഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞിട്ട് കാശി തിരികെ വീട്ടിലേക്ക് കയറി. അപ്പു അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. അമ്മു ഇരിക്ക്. ഹാളിൽ കയറി കസേര വലിച്ചിട്ട് ഇരുന്നിട്ട് കാശി പറഞ്ഞു. അവനെതിരെയുള്ള അമ്മു സെറ്റിയിലേക്കും ഇരുന്നു. ഞാൻ പറയുന്ന കാര്യം നീയും ഫായിസും അല്ലാതെ മറ്റാരും അറിയരുത് അമ്മോ. നിങ്ങൾ എൻ്റെ അപ്പുവിൻ്റെ സഹോദരങ്ങളായതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഞാനിത് തുറന്നു പറയുന്നത്. ചേട്ടൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. പിന്നെ ഞങ്ങൾ അപ്പുവിൻ്റെ മാത്രമല്ല ചേട്ടൻ്റെയും സഹോദരങ്ങളാണ്, അത് മറക്കണ്ട. അവൻ പറഞ്ഞത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മു കണ്ണൊക്കെ കൂർപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അവന് ഉറപ്പ് കൊടുത്തു. ആ ഭാവത്തിൽ അവൻ്റെ വരണ്ട ചുണ്ടുകൾ പുഞ്ചിരിച്ചു. പിന്നെ കാശി മെല്ലെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ 3-4 ദിവസമായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ. എല്ലാം കേട്ട് കഴിഞ്ഞ് അമ്ന അലുവോടെ അവനെ നോക്കി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു എന്ന് വരുത്തി. കിച്ചണിൽ സഹായിക്കാൻ ഞാനും കൂടെ വരാം. ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പെണ്ണേ. ഇപ്പം ഇത്താത്തൻ്റെ കൊച്ച് ഇങ്ങോട്ടിരിക്കുക. കുടിക്കാനുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് കാശിക്കും അമ്നയ്ക്കും കൊടുത്തിട്ട് അവൻ്റെ ചുവന്ന മുഖത്തേക്ക് നോക്കി ഒന്ന് തിരിഞ്ഞു പോകാൻ പോയവളെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് അമ്ന പറഞ്ഞു. പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, ഞാൻ ചോറിന് അരിയിട്ടു. പിന്നെ സാമ്പാറും തോരനും ഉണ്ടാക്കാം, എല്ലാം എടുത്തു വെച്ചു. മുട്ടയും കൂടെ പൊരിക്കാം, അതുപോരെ? അപ്പു മെല്ലെ അവളോട് ചോദിച്ചു. അപ്പുവിൻ്റെ ചുവന്ന കണ്ണുകൾ കാണെ വേദനയോടെ അമ്ന ഒന്ന് മൂളി. ചേച്ചി, എൻ്റെ കാശിയേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അമ്മായിയെ ചതിച്ചവരെ കണ്ടെത്താൻ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? അപ്പു കൊണ്ടുകൊടുത്ത ജ്യൂസ് അപ്പോഴും കയ്യിൽ പിടിച്ച് ആലോചനയോടെ കൊണ്ടിരിക്കുന്നവനെ നോക്കി നിറമൊഴിയോടെ അപ്പു തിരക്കി. നിനക്ക് സംശയമുണ്ടോ അപ്പു, ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്ന്? അപ്പുവിൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ തിരക്കി. ഇല്ല, സംശയമൊന്നുമില്ല. പക്ഷേ എങ്ങനെ, എവിടെ തുടങ്ങും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതൊന്ന് ഓർത്ത് ഈ കുഞ്ഞിത്തല പുകയ്ക്കേണ്ട. കാശിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഹേമയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക്. എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാഞ്ഞിട്ടാണ് അറക്കലെ ആളുകളുടെ ഒത്തൊരുമ. അമ്ന പറഞ്ഞത് കേൾക്കെ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന മുഖമുയർത്തി അവൾ ഒന്ന് നോക്കി. അപ്പു ആവട്ടെ തൻ്റെ ചേച്ചിയെ അതിയായ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് ആദ്യമായി കെട്ടിപ്പുണർന്നു. ശ്രീരാഗത്തിൻ്റെ മുന്നിൽ ബുള്ളറ്റ് കൊണ്ട് നിർത്തുമ്പോൾ കാശിയുടെ മുഖം മുറുകിയിരുന്നു. ശ്രീരാഗം വല്ലിശ്ശേരിൽ ജഗന്നാഥൻ്റെ സഹോദരി ജാനകിയമ്മയുടെ ഭർത്താവ് കരുണൻ്റെ വീട്. ഹേമയുടെയും സുരേന്ദ്രൻ്റെയും അച്ഛനമ്മമാരാണ് ജാനകിയും കരുണനും. കാശിയേട്ടാ, അവരോട് വഴക്കിനൊന്നും നിൽക്കേണ്ട. ചിലപ്പോൾ ആ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ലായിരിക്കും. അവന് പിന്നിൽ നിന്ന് ഇറങ്ങി കൈകോർത്ത് പിടിക്കുമ്പോൾ ആ മുഖത്തിൻ്റെ കനം കണ്ട് അപ്പു പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അമ്മ പോയ ഉടനെ ആ ഹേമയെയും അച്ഛനെയും ചേർത്ത് വെച്ചത് എന്തുകൊണ്ട് എന്ന് എന്തെങ്കിലും അവർക്ക് അറിയാൻ കഴിഞ്ഞാലോ എന്ന് ഓർത്താണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. അപ്പുവിൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് ആ വലിയ തറവാടിൻ്റെ ഉമ്മറത്തിണ്ണയിലേക്ക് കയറുമ്പോൾ പറഞ്ഞു. ഇവിടുത്തെ മുത്തശ്ശിയെ കണ്ട ഓർമ്മ എനിക്കില്ല കാശിയേട്ടാ. ഒരിക്കലും വല്ലിശ്ശേരിയിൽ വന്ന് ഞാൻ കണ്ടിട്ടേയില്ല. അപ്പുവിൻ്റെ അനിയത്തിയെ കാണാൻ തോന്നുമ്പോൾ ഇവിടെ വന്ന് കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ അമ്മമ്മയും കൂടെ വരും. കാശി ഉമ്മറക്കോലായിൽ തൂക്കിയിട്ടിരിക്കുന്ന
മണിയിൽ തട്ടി ശബ്ദമുണ്ടാക്കുമ്പോൾ അപ്പു കൗതുകത്തോടെ അതൊക്കെ നോക്കി നിന്നൊരു ചിരിയോടെ പറഞ്ഞു, അല്ല, ആരാ ഇത്? കാശി മോനോ? കയറി വാ. നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ കുഞ്ഞേ? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ട് അവർ ഒരു പകപ്പോടെയാണ് അകത്തേക്ക് വിളിച്ചത്. ഞാനിപ്പോ കുറച്ചേ ആയിട്ടുള്ളൂ അമ്മാമ്മേ ഇവിടെ സ്ഥിരമായിട്ട്. അറിയാലോ, അതുവരെ ഓരോരോ സ്ഥലത്തായിട്ടായിരുന്നില്ലേ എന്റെ ജീവിതം. ചെറു ചിരിയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും അതവരുടെ നെഞ്ചിൽ കൊണ്ടതുപോലെ ആ കണ്ണെന്ന് നിറഞ്ഞു. ഈ വയസ്സ് എന്ത് ചെയ്യാനാ കുഞ്ഞേ? നിന്നെ കൂടെ ചേർത്ത് നിർത്തണേ എന്ന് എന്റെ മോളോട് ഒരുപാട് വട്ടം പറഞ്ഞു തളർന്നു. ഒടുവിൽ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നോർത്ത് ഒന്നും മിണ്ടാതെയായി ഞാൻ. അല്ലെങ്കിലും അവർ അച്ഛനും മക്കളും കൂടിയാൽ പിന്നെ എന്നെ വേണ്ടല്ലോ അവർക്ക്. എന്നാലേ ഹേമ എന്തെങ്കിലും വാശി കാണിക്കുമ്പോൾ അമ്മയുടെ വാശിയാണ് മോൾക്ക് എന്നൊരു പറച്ചിലും. ആത്മനിന്ദയോടെ അവരൊന്ന് ചിരിച്ചു. വൈദുവിന്റെ മോളല്ലേ ഇത്, നിന്റെ പെണ്ണ്? അപ്പോഴും കാശിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചിരിക്കുന്നവളെ നോക്കി വാത്സല്യത്തോടെ തിരക്കിയവർ. അതെ, ഇതാണെന്റെ പെണ്ണ്, എന്റെ വൈദുപ്പയുടെ മോള്. അഭിമാനത്തോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു കേട്ടോ കുട്ടിയുടെ അച്ഛൻ വീട്ടുകാർ വന്നതൊക്കെ. അപ്പുവിന്റെ കുട്ടിത്തം നിറഞ്ഞ കുഞ്ഞു മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ അവർ പറഞ്ഞു. ആ വന്നു, അച്ചയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പു അതിയായ സന്തോഷത്തോടെ പറഞ്ഞു. നല്ല മനസ്സുള്ളവർക്ക് നല്ലതേ വരൂ കുഞ്ഞേ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ ലളിതയോട് പറയട്ടെ. അയ്യോ, ഒന്നും വേണ്ട മുത്തശ്ശി, ഞങ്ങൾ ഇവിടെ അടുത്ത് അമ്പലത്തിൽ വന്നതാണ്. അവിടുന്ന് ഇറങ്ങി ആ പോറ്റി ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് വന്നത്. അപ്പു പെട്ടെന്ന് അവരുടെ കയ്യിൽ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു. ആണോ മോനെ? അതോ ഇവിടുന്ന് കഴിക്കാൻ മടിയായിട്ടാണോ? അവർ സംശയത്തിൽ കാശിയെ നോക്കി. അതെ, ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴാണ് അമ്മമ്മ ഇവിടെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞപ്പോൾ ഇവൾക്ക് ഇങ്ങോട്ട് വരണമെന്നും അമ്മമ്മയെ കാണണമെന്നും വാശി. അതാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചത്. അവൻ അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് അവരോട് പറഞ്ഞു. നന്നായി മക്കളെ, നിങ്ങൾക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തോന്നിയല്ലോ. വല്ലപ്പോഴും സുരേന്ദ്രൻ വരും എന്നതൊഴിച്ചാൽ മറ്റാരും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും കയറില്ല. ഹേമയോ ആദിയോ സോണിയോ ആരും. പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയത് അറിഞ്ഞ് അപ്പുവും കാശിയും പരസ്പരം നോക്കി. ചെറിയമ്മ വരില്ലേ അമ്മമ്മേ? അതെന്താ വരാതെ ഇരിക്കാൻ? സ്വന്തം വീട്ടുകാരും അമ്മയുമല്ലേ ഇവിടെയുള്ളത്? കാശി മെല്ലെയാണ് ചോദിച്ചത്. അവള് നിന്റെ അച്ഛനെ കെട്ടുന്നത് ഞാനല്ലേ മോനെ തടസ്സം നിന്നത്? അതുകൊണ്ട് തന്നെ അന്നു മുതൽ അവൾ എന്നെ ഒരു ശത്രുവായിട്ട് കണ്ടു. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ നിന്നെ ചേർത്ത് പിടിക്കാതെ ഇരിക്കുന്നതിനെ ചൊല്ലി വഴക്കാവാറുണ്ട്. അച്ഛനാണ് അവൾക്ക് എല്ലാത്തിനും സപ്പോർട്ട്. അച്ഛൻ കൂടെ പോയതിൽ പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല അവൾ. ആദിയും വരില്ല. പിന്നെ നേർച്ച പോലെ ആദിയും അപ്പുമായിട്ടുള്ള കല്യാണം വിളിക്കാൻ അവളും അനന്തനും വന്നിരുന്നു. പക്ഷേ ഒരു നിയോഗം പോലെ നിനക്കായിരുന്നു കാശി ഈ കുഞ്ഞിനെ ദൈവം കാത്തു വെച്ചിരുന്നത്. അപ്പുവിന്റെ കവളിൽ കൈ എത്തിച്ച് തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എന്റെ മകളുടെ വീട്ടിലായിരുന്നുവെങ്കിൽ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ആയേനെ ഈ കുട്ടിയുടെ ജീവിതം. അവർ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. അമ്മമ്മയ്ക്ക് എന്റെ അമ്മയെ ഓർമ്മയുണ്ടോ? എന്റെ അച്ഛന് താല്പര്യമില്ലാത്ത വിവാഹമായിരുന്നു അത്. വാടിയ ഒരു ചിരിയോടെ കാശി തിരക്കി. എന്റെ കുഞ്ഞെ, ഈ പൊട്ടത്തരമൊക്കെ നിന്നോട് ആരാണ് പറഞ്ഞത്? കാര്യം അരുന്ധതി ബന്ധുക്കളോ സ്വന്തമോ ഒന്നുമില്ലാത്ത ഒരു അനാഥ കുട്ടിയാണ് എന്നത് നേരാണ്. പക്ഷേ അവൾ നല്ലൊരു മനസ്സിനുടമയായിരുന്നു. നിന്റെ അച്ഛമ്മയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടാണ് ആലോചനയുമായിട്ട് ചെന്നത്. നിന്റെ അച്ഛൻ പിന്നെ ഇന്നത്തെ നീ തന്നെയാണ്. നിറവും പൊക്കവും തടിയും മുഖസൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ സുന്ദരനായ ഒരു പുരുഷൻ. നിന്റെ അമ്മ അതിസുന്ദരിയൊന്നുമല്ല എങ്കിലും കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ആ വിവാഹം നടന്നത്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ട് അറിഞ്ഞതുകൊണ്ടാണ് അരുന്ധതി പോയതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ ഹേമ നിന്റെ അച്ഛനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതിനെ ഞാൻ അത്രമാത്രം എതിർത്തത്. എന്നിട്ട് പ്രസവിച്ച മകൾക്ക് നല്ലത് വരുന്നത് ഇഷ്ടമില്ലാത്ത അമ്മ എന്ന പേര് കിട്ടിയെന്നും അല്ലാതെ മറ്റൊരു വിശേഷവും ഉണ്ടായില്ല. മരിക്കുവോളം എൻ്റെ ഭർത്താവ് അത് പറഞ്ഞ് എന്നെ കുത്തി നോവിച്ചിട്ടുമുണ്ട്. പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. വല്യമ്മാവനെ കല്യാണം കഴിക്കണമെന്ന് അമ്മായി പറഞ്ഞപ്പോൾ സോണി ചേച്ചിയുടെ അച്ഛൻ എതിർപ്പ് പറഞ്ഞില്ലേ മുത്തശ്ശി? അത്രയും നേരം ഒരക്ഷരം ശബ്ദിക്കാതെ ഇരുന്ന അപ്പുവാണ് ഇത്തവണ ചോദിച്ചത്. ആദ്യമൊക്കെ രണ്ടാം കെട്ടുകാരനെ അനിയത്തിക്ക് വേണ്ടാന്നുള്ള നിലപാടായിരുന്നു അവനും. പിന്നെ ഹേമയുടെ വാശിക്ക് എപ്പോഴോ സമ്മതം പറഞ്ഞു. പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു തെറ്റ് അച്ഛൻ പണ്ട് കാര്യസ്ഥനുമായിരുന്ന നാണുവിനെ കൂട്ടി ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഫലം വരും തലമുറയും അനുഭവിക്കേണ്ടി വരുമെന്ന്. എന്താണ് കാരണമെന്ന് ചിലപ്പോൾ അവനെ അറിയാമായിരിക്കും. പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ല. അവർ ആലോചനയോടെ പറഞ്ഞു.